പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ എന്നേക്കുമായി തീർന്നു ഈ പാർട്ടി. അവിടെ ഒന്ന് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ അവിടുത്തെ പാർട്ടി നേതാക്കന്മാർക്ക് പോലുമില്ല. പശ്ചിമ ബംഗാളിൽ 2011 പോയി, പിന്നെ എവിടെയോ പോയി ആ പാർട്ടി. പിന്നെ അത് പാർട്ടിയെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ത്രിപുരയിൽ 4-5 തവണ അധികാരത്തിലിരുന്ന പാർട്ടി എവിടെയോ പോയി, അതിനൊന്നും കണ്ടുപിടിക്കുക. അവിടെ പാർട്ടി ഓഫീസുകൾ പോലും ഇപ്പോൾ ഇല്ലെന്ന്. പശ്ചിമ ബംഗാളിൽ പാർട്ടി ഓഫീസുകളിൽ നല്ല പങ്കും BJPയുടെ പാർട്ടി ഓഫീസുകളായി മാറിപ്പോയി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ 100 ചില്ലുവാനും കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ 3-4 കോടി ആളുകളുള്ള കേരളത്തിൽ മാത്രമാണ് CPM ഉള്ളത്. ആ CPMൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് പിന്നെ ഏപ്രിൽ 9 നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ പോരാട്ടത്തിൽ CPM തോറ്റാൽ CPM പിന്നെ തീർന്നു. പിന്നെ ഇന്ത്യയിൽ CPM ഇല്ല. ഒരു കാലത്ത് 3 സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. അത് പിന്നെ 2ആയി ചുരുങ്ങി, അതിപ്പോൾ 1ആയി ചുരുങ്ങി. ആ ഒന്നും കൂടി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ CPM ഇല്ല സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഏപ്രിൽ 9 കേരളത്തിൽ നടക്കാൻ പോകുന്നത്. CPMൻ്റെ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം കേരളത്തിൽ ഏപ്രിൽ 9 നടക്കാൻ പോവുകയാണ്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ നിർണായകവുമായിരിക്കുന്നു. കാരണം എന്താ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി CPMനകത്തുനിന്ന് തന്നെ നേതാക്കന്മാർ പുറത്തു വന്ന് മത്സരിക്കുകയാണ്. 3-4 പിന്നെ നേതാക്കന്മാർ, വലിയ നേതാക്കന്മാർ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒറ്റപ്പാലത്തും അമ്പലപ്പുഴയിലുമൊക്കെ CPMൻ്റെ വലിയ നേതാക്കന്മാർ വന്ന് വിവിധമായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി വലിയ ഒരു ആശങ്കയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാവും. ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇല്ലാതായി പോകും, കേരളത്തിൽ തന്നെ CPM ഇല്ലാതായി പോകും. വലിയ ഭീഷണി CPM നേരിടുകയാണ്. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിന് പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേതൃത്വം വഹിക്കേണ്ട ആളുടെ പേര് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നാണ്. നമുക്കറിയാമല്ലോ, കേഡർ പാർട്ടിയാണ് CPM. ആ CPMന് കേരളത്തിൽ ഏതാണ്ട് 5-5 ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട്. 2-2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പുകളുണ്ട്. CITUവിൽ 10-25 ലക്ഷം ആളുകളുണ്ട്. പിന്നെ NGO യൂണിയൻ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകളും അനുഭാവികളുമുള്ള ഒരു വലിയ സംവിധാനമാണ് കേരളത്തിൽ CPM എന്ന് പറഞ്ഞ സംവിധാനം. ആ സംവിധാനം ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി സംവിധാനത്തെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. സുഹൃത്തുക്കളെ, ആ സംസ്ഥാന സെക്രട്ടറിക്കാണ് LDFനെ ജയിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ചുമതല. 140 മണ്ഡലങ്ങളിൽ LDFൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ജയിക്കുമെന്ന് ഉറപ്പ് വരുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പരമോന്നത നേതാവുമാണ്. അയാൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയും. അപ്പോൾ ആ പാർട്ടി സെക്രട്ടറി അതിനുവേണ്ടി ഓടി നടക്കുകയാണ് എന്നാണല്ലോ നമ്മളൊക്കെ ധരിക്കുക. അതാണ് ചെയ്യേണ്ടതും. പക്ഷേ കേരളത്തിൽ ഇന്നത്തെ CPMൻ്റെ പാർട്ടി സെക്രട്ടറി അദ്ദേഹം വലിയ തിരക്കിലാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിലെന്താ ഇത്ര പ്രത്യേകത? തിരക്കിലാവണ്ടേ? കാരണം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ. CPM ജീവൻ മരണ പോരാട്ടം നടത്തുകയല്ലേ. CPM ജയിക്കണ്ടേ? അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി തിരക്കിലാവുന്നതിൽ എന്താണ് ഷാജാന ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിക്കാം. പക്ഷേ കേരളത്തിലെ ഇന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തിരക്കിലാണെന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് സുഹൃത്തുക്കളെ. അദ്ദേഹം തിരക്കിലാണ്. പക്ഷേ ആ തിരക്ക് ഇടതുപക്ഷത്തെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കല്ല. CPMന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കല്ല. CPMന് 3ാം ഭരണം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കല്ല. മറിച്ച് തൻ്റെ സ്വന്തം ഭാര്യയെ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാനുള്ള തിരക്കിലാണ് കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ. അദ്ദേഹം തിരക്കിലാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ എന്ന് പറയുന്ന ആ വിമതൻ്റെ ഒരു പത്രസമ്മേളനം ഞാൻ കേട്ടു. ആ പത്രസമ്മേളനത്തിൽ ശ്രീമാൻ TK ഗോവിന്ദൻ എന്ന് പറയുകയാണ്, തളിപ്പറം എന്ന് പറഞ്ഞ CPMൻ്റെ പാർട്ടി കോട്ടയിൽ പാർട്ടി ചുമതല നൽകിയിരിക്കുന്നത് ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്കാണെന്ന്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ പേര് P. ജയരാജൻ എന്നാണ്. P. ജയരാജൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിക്ക് തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ചുമതല കൊടുത്തിരിക്കുകയാണ്. ആ തളിപ്പറമ്പ് മണ്ഡലത്തിൽ
പിന്നെ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് ചുമതല കൊടുക്കുമ്പോൾ അപ്പുറത്ത് പേരാവൂരിൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു വനിതാ നേതാവ് മത്സരിക്കുന്നുണ്ട്. അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കൊന്നും ചുമതലയില്ല. ചുമതലയുള്ളത് എവിടെയാ? ചുമതലയുള്ളത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ പി ജയരാജന് ചുമതല. എന്താ കാരണം? തളിപ്പറമ്പിൽ മത്സരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് ചുമതല കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, TK ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, MV ഗോവിന്ദൻ വലിയ തിരക്കിലാണ് പോലും. അപ്പോൾ എന്താണ് തിരക്കെന്ന് പറഞ്ഞാൽ, MV ഗോവിന്ദൻ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ പോലും ഫോണിൽ വിളിക്കുകയാണെന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. കാരണം എന്താ? സ്വന്തം ഭാര്യ ജയിക്കണ്ടേ അവിടെ. അപ്പം TK ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജയിക്കുക എന്നുള്ളതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുക എന്നുള്ളതല്ല, അതിനേക്കാളെല്ലാം പ്രധാനം തൻ്റെ ഭാര്യ അവിടെ ജയിക്കുക എന്നുള്ളതാണ്. തൻ്റെ ഭാര്യ അവിടെ ജയിക്കണം. താൻ 3 പ്രാവശ്യം MLA ആയിരുന്നിടത്തുനിന്ന് താൻ മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് തൻ്റെ ഭാര്യ വരണം. അതുകൊണ്ട് ഭാര്യ അവിടെ ജയിക്കണം. ഭാര്യ ആണ് പ്രധാനം. പാർട്ടിയേക്കാൾ പ്രധാനം, സർക്കാരിനേക്കാൾ പ്രധാനം തൻ്റെ ഭാര്യയാണ് എന്ന് MV ഗോവിന്ദൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് സെക്രട്ടറിമാരെ പോലും വിളിക്കുകയാണ്. രാവിലെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പാർട്ടിയെ ജയിപ്പിക്കാനും ഗവൺമെൻറ് ജയിപ്പിക്കുന്നതിന് അല്ല ഗോവിന്ദന് താല്പര്യം, ഭാര്യയെ ജയിപ്പിക്കുന്നതിനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അത് നിർണായകമായിരിക്കുകയാണ്. കാരണം അവിടെ ഒരു വിമതൻ മത്സരിക്കുകയാണ്. തൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ വിഷയത്തിലാണ് പാർട്ടിയിൽ നിന്നൊരു വിമതം പുറത്തു വന്ന് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഭാര്യയെ ജയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം തൻ്റെ ഭാര്യ എങ്ങനെ തോൽവി കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം തന്നെ പോകും. അപ്പോൾ തൻ്റെ സ്ഥാനമാണോ പ്രധാനം? CPM അധികാരത്തിൽ വരുന്നത് അല്ല ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതാണോ? അതിനേക്കാളും പ്രധാനം തൻ്റെ സ്ഥാനമല്ലേ? തൻ്റെ സ്ഥാനം പോകാതെ നോക്കണ്ടേ? ഞാൻ പറഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, എത്ര ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യനാണ് ഇയാൾ. ഇയാൾ 3 ടൈം അവിടെ MLA ആയിരുന്നു, മന്ത്രിയുമായിരുന്നു. അയാൾ പോയപ്പോൾ അയാളുടെ ഭാര്യയെ അവിടെ പിന്നെ ശുപാർശ ചെയ്യുകയാണ്. തൻ്റെ ഭാര്യ അവിടെ മത്സരിക്കണം എന്ന് ഇയാൾ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിനെതിരെ അവിടെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം വന്നു. അയാളുടെ സാന്നിധ്യത്തിൽ ബഹുഭൂരിപക്ഷ ആളുകളും വിമർശിച്ചു. എന്നിട്ടും അയാളുടെ ഭാര്യയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. മണ്ഡലം കമ്മിറ്റിയിലും ഇതുപോലെ തർക്കങ്ങൾ വന്നു. മണ്ഡലം കമ്മിറ്റിയിലും ബഹുഭൂരിപക്ഷം പേര് അയാളുടെ ഭാര്യയ്ക്കെതിരായിട്ട് സംസാരിച്ചു. അയാളുടെ സാന്നിധ്യത്തിൽ അയാൾ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കണം നിർബന്ധം പിടിച്ചു. താഴത്തെ കമ്മിറ്റികളിലൊക്കെ വിമർശനം വന്നു. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചേ മതിയാവൂ എന്ന് ഇയാൾ പറഞ്ഞു. എന്താണ് ഇയാളുടെ ഭാര്യയുടെ യോഗ്യത? ഇയാളുടെ ഭാര്യയേക്കാൾ യോഗ്യതയുള്ള എത്രയോ വനിതകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവിൻ്റെ പേര് N സുകന്യ എന്നാണ്. N സുകന്യ ആരാണെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. അങ്ങനെ എത്രയോ കഴിവുള്ള നേതാക്കന്മാരുണ്ടായി. ആ നേതാക്കന്മാർക്കെല്ലാം പകരം ഇയാളുടെ ഭാര്യയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുകയാണ്. എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇവർക്ക് ചുമതല കൊടുക്കുകയാണ്. എന്നിട്ട് പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും വിജയിപ്പിക്കാനുള്ള സമയത്ത് ഇയാൾ അവിടെ ഇരുന്ന് ഇയാളുടെ ഭാര്യയെ ജയിപ്പിക്കാൻ വേണ്ടി ബ്രാഞ്ച് സെക്രട്ടറിക്ക് പോലും ഫോൺ ചെയ്യുകയാണ്. എന്തൊരു ഗതികേടാണ് ഈ CPM-ൻ്റെ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും സുഹൃത്തുക്കൾ. ഇങ്ങനൊരു പാർട്ടി എന്തിനാണ് കേരളത്തിൽ? സ്വന്തം പാർട്ടിയെയും സ്വന്തം ഗവൺമെൻറ്റിനെയും അധികാരത്തിൽ എത്തിക്കാനുള്ള സമയത്ത് മുഴുവൻ തൻ്റെ ഭാര്യയെ വിജയിപ്പിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടിക്ക്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി? ആ പാർട്ടി സെക്രട്ടറിയുടെ ലക്ഷ്യം അയാളുടെ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് അയാളുടെ പാർട്ടി ഉള്ളത്. ഈ പാർട്ടി ഈ കേരളത്തിലും കൂടെ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഇന്ത്യയിൽ ഈ പാർട്ടി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിർണായകമായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ അതിൻ്റെ പോർമുഖത്ത് നിൽക്കേണ്ട ഈ പാർട്ടി സെക്രട്ടറി ആ സമയത്ത് മുഴുവൻ ഇയാളുടെ ഭാര്യയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊരു അസംബന്ധ നാടകമാണ്. തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്നല്ലേ നമുക്ക് ഇതിനെ പറയേണ്ടത്. അപ്പുറത്ത് പേരാവൂരിൽ മത്സരിക്കുന്നുണ്ട് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം. അവിടെ സംസ്ഥാന സെക്രട്ടറി രംഗത്തിന് ചുമതലയില്ല. ഇവിടെ ശ്യാമള ടീച്ചറും ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും കൂടെ പിന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തുകയാണ് സുഹൃത്തുക്കളെ. ഇത് പേരാവൂർ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു റോഡ് ഷോ ഇല്ല. ഇതൊരു ഗതികെട്ട അവസ്ഥയാണ് നമ്മൾ ആലോചിച്ചു. അതുകൊണ്ട് MV ഗോവിന്ദൻ തിരക്കിലാണ്. MV ഗോവിന്ദൻ തിരക്കിലാവേണ്ടതാണ്. പക്ഷേ MV ഗോവിന്ദൻ തിരക്കിലാവുന്നത്
പാർട്ടിയെ ജയിപ്പിക്കാനോ അല്ലെ സർക്കാരിനെ ജയിപ്പിക്കാനോ അല്ലെ പാർട്ടിയെ ജീവൻ മരണ പോരാട്ടത്തിൽ ഭൂരിപക്ഷത്തിൽ എത്തിക്കാനോ വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ച് താൻ ഇറങ്ങിപ്പോകുന്ന കസേരയിലേക്ക് തൻ്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഇടപെട്ടിരിക്കുന്നത്. എത്ര ഗതികെട്ട ദയനീയമായിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള അവസ്ഥയാണ് ഇത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ.